നിങ്ങളുടെ മകൾക്ക് മെൻസസ് ഇടയ്ക്കിടയ്ക്ക് വൈകുന്നുണ്ടോ? മുഖത്ത് സിവിയർ ആക്നെ അഥവാ മുഖക്കുരു ഉണ്ടോ? മുഖത്തും ശരീരത്തിലും അമിതമായ രോമവളർച്ച കാണുന്നുണ്ടോ? ഈ ലക്ഷണങ്ങൾ ചിലപ്പോൾ PCOSൻ്റേതാകാം. കൗമാരപ്രായത്തിൽ പല പെൺകുട്ടികൾക്കും മെൻസസ് ഇറഗുലർ ആവുന്നത് സാധാരണമാണ്. പ്രത്യേകിച്ച് ആദ്യമായി മെൻസസ് തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ വർഷം സൈക്കിൾ ക്രമരഹിതമായിരിക്കാം. പക്ഷേ ചില ലക്ഷണങ്ങൾ തുടർച്ചയായി കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ? 1. മെൻസസ് വളരെയധികം ഇറഗുലർ ആവുക. മെൻസസ് ആയി 1 വർഷം കഴിഞ്ഞതിന് ശേഷവും വല്ലാതെ വൈകുക, മാസങ്ങളോളം കാണാതിരിക്കുക, മെൻസസ് ആയാൽ സ്റ്റോപ്പ് ആവാതെ കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുക എന്നീ ലക്ഷണങ്ങൾ അവഗണിക്കരുത്. 2. ശരീരത്തും മുഖത്തും അമിതമായ രോമവളർച്ച. കൗമാരപ്രായക്കാരായ കുട്ടികളിൽ പുരുഷ ഹോർമോണിൻ്റെ പ്രവർത്തനം കൂടുതലാവുകയും മീശ, താടി, നെഞ്ച്, വയറ് തുടങ്ങിയ ഭാഗങ്ങളിൽ കട്ടിയുള്ള രോമവളർച്ച ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. 3. സിവിയർ ആക്നെ അഥവാ മുഖക്കുരു. മുഖം നിറയെ മുഖക്കുരു വരിക, പ്രത്യേകിച്ച് ബാക്കിയുള്ള ലക്ഷണങ്ങളും കൂടി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. 4. തലമുടിയുടെ കനം കുറയുക, മുടി കൊഴിയുക. പ്രത്യേകിച്ച് തലയുടെ മധ്യഭാഗത്ത് മുടിയുടെ കനം കുറഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 4 ലക്ഷണങ്ങൾ ഉണ്ടെന്ന് കരുതി അത് PCOS ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൗമാരക്കാരുടെ ശരീരം എപ്പോഴും ഹോർമോൺ ചേഞ്ചിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായ ഡയഗ്നോസിലെത്തുവാൻ മെൻസ്ട്രൽ ഹിസ്റ്ററി കൂടാതെയുള്ള ലക്ഷണങ്ങൾ, ക്ലിനിക്കൽ എക്സാമിനേഷൻ, ആവശ്യമായാൽ ഹോർമോൺ ടെസ്റ്റ് എന്നിവ വിലയിരുത്താം. ഒരു പ്രധാന കാര്യം, ടീനേജിൽ PCOS ഡയഗ്നോസ് ചെയ്യാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് അല്ലെങ്കിൽ AMH ടെസ്റ്റ് മാത്രം ആശ്രയിക്കരുത്. നിലവിൽ ഇൻ്റർനാഷണൽ ഗൈഡൻസ് അനുസരിച്ച് അഡൾട്ട് PCOS ഡയഗ്നോസ് ചെയ്യാനാണ് ഇവ ശുപാർശ ചെയ്യപ്പെടാറ്. നിങ്ങളുടെ മകൾക്ക് മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ വിദഗ്ധനായൊരു ഡോക്ടറെ കണ്ട് ശരിയായ ഇവാലുവേഷൻ നടത്തുക. ശരിയായ ചികിത്സ ശരിയായ സമയത്ത്.